3 days ഓഫ് ഡാർക്ക്നെസ്, ത്രിദിന അന്ധകാരം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഈ ത്രിദിന അന്ധകാരത്തെക്കുറിച്ച്. 3 days ഓഫ് ഡാർക്ക്നെസ് ഈശോയുടെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, പുറപ്പാട്ടിൻ്റെ പുസ്തകത്തിൽ ഈജിപ്തിൽ 3 ദിവസത്തെ അന്ധകാരമായിരുന്നു. അത് 10 മഹാമാരികളിലെ ഒരു ശിക്ഷയായിരുന്നു. ഈ 3 ദിവസത്തെ അന്ധകാരം അത് ഈജിപ്തിൽ മാത്രമായിരുന്നു അതുണ്ടായിരുന്നത്. എന്നാൽ ഈശോയുടെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവനും ഈ ത്രിദിന അന്ധകാരം സംഭവിക്കാൻ പോവുകയാണ് എന്ന് വിശുദ്ധർക്ക് ലഭിച്ച ദർശനങ്ങളിൽ പ്രൈവറ്റ് റെവലേഷൻസിൽ പറയുന്നു. പ്രൈവറ്റ് റെവലേഷൻസിൻ്റെ പ്രത്യേകത, അത് വിശ്വസിക്കാൻ നമുക്ക് ബാധ്യതയില്ലെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം എന്നുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. ഈ ത്രിദിന അന്ധകാരം അക്കോർഡിംഗ് ടു ദ മോഡേൺ കാത്തലിക് പ്രൊഫസി ഇത് ഏറ്റവും ഭൂമിയുടെ അവസാനത്തെ 3 ദിവസമാണ് ഇത് സംഭവിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് സ്വീകരിക്കുക. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടവരുത്തുന്നെങ്കിൽ അത്രയും നല്ലത്. സോ ഈ 3 days ഓഫ് ഡാർക്ക്നെസ്സിനെ കുറിച്ച് ചില വിശുദ്ധർക്ക് ലഭിച്ച ചില മെസ്സേജസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധി ജീവിച്ചിരുന്ന ഒരു സിസ്റ്ററാണ് പഞ്ചക്ഷതധാരിയായിരുന്ന മരിയ ജൂലിയ. സോ മരിയ ജൂലിയ ത്രിദിന അന്ധകാരത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: 3 ദിവസത്തെ അന്ധകാര വേളയിൽ നാരകീയ ശക്തികളെ അവസാനമായി തുറന്നുവിടും. സോ പിശാചിനെ അവസാനമായിട്ട് തുറന്നു വിടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് ലാസ്റ്റ് 3 days ആണ്. ലോകത്തിൻ്റെ അവസാനം, യുഗാന്ത്യം, അല്ലെങ്കിൽ ഈശോയുടെ രണ്ടാം വരവിന് മുൻപുള്ള 3 ദിവസത്തെ പറ്റിയാണ് ഈ ത്രിദിന അന്ധകാരം എന്ന് പറയുന്നത്. ഉടൻ തന്നെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ ശത്രുക്കളെ വധിക്കും. ഭൂമി വലിയൊരു ശവപ്പറമ്പ് പോലെ കാണപ്പെടും. അതിഭീകരമായ മിന്നലും ഇടിവെട്ടും മൂലം വിശ്വാസമില്ലാത്തവർ ഭയം കൊണ്ട് മരിക്കും. ക്രിസ്തുവിൻ്റെ ദാസരും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും തങ്ങളുടെ ഭവനത്തിൽ കർത്താവിൻ്റെ ആശീർവദിച്ച രൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ളവരും ജപമാല പ്രാർത്ഥിക്കുന്നവരും അവരുടെ വസ്തുവകകളും സുരക്ഷിതമായിരിക്കും. ആകാശത്തിന് തീ പിടിച്ചതുപോലെ കാണപ്പെടും. വെഞ്ചിരിച്ച് തിരുവട്ടമുള്ള വീടുകളിലേക്ക് ഇടിമിന്നൽ കടന്നു വരികയില്ല. ഈ തിരുവട്ടം നിങ്ങളെ സംരക്ഷിക്കും, മറ്റൊന്നും പ്രകാശിക്കുകയില്ല. വിധിയുടെ ദിവസത്തിൽ എന്ന പോലെ ഭൂമി വിറകൊള്ളും. അഭയസങ്കേതങ്ങൾക്ക് വെളിയിലുള്ള ആരും ഈ ശിക്ഷയെ അതിജീവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെല്ലാവരും ഒരുമിച്ച് ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വാഴ്ത്തപ്പെട്ട അന്ന മരിയ ത്യാഗി, ബ്ലസ്ഡ് അന്ന മരിയ ത്യാഗി, ഇവർ 17ാം നൂറ്റാണ്ട് അവസാനത്തോടെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അന്ന മരിയ ത്യാഗിക്ക് ലഭിച്ച മെസ്സേജ് ഇതാണ്: ദൈവം 2 ശിക്ഷകളെ അയക്കും. ആദ്യം യുദ്ധങ്ങൾ, വിപ്ലവങ്ങൾ, രോഗങ്ങൾ തുടങ്ങി ലോകത്തിൽ നിന്നും പുറപ്പെടുന്ന ശിക്ഷ. രണ്ടാമത്തേത് സ്വർഗത്തിൽ നിന്നായിരിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന അന്ധകാരം ലോകം മുഴുവനിലും വ്യാപിക്കും. യാതൊന്നും കാണുവാൻ സാധിക്കുകയില്ല. മനുഷ്യനിർമ്മിതങ്ങളായ വെളിച്ചമൊന്നും അപ്പോൾ പ്രകാശിക്കുകയില്ല. വെഞ്ചിരിച്ച മെഴുകുതിരികൾ മാത്രം കത്തും. ജിജ്ഞാസ കൊണ്ടോ മറ്റോ വെളിയിലിറങ്ങുകയോ നോക്കുകയോ ചെയ്താൽ ലോത്തിൻ്റെ ഭാര്യയുടെ അന്ത്യം അവർക്ക് സംഭവിക്കും. ജപമാല ചൊല്ലി വീടുകൾ അടച്ച് ഉള്ളിലായിരിക്കുക. സഭയുടെ സകല ശത്രുക്കളും വിശ്വവ്യാപകമായ ഈ അന്ധകാര ദിനങ്ങളിൽ നാശമടയും. അന്തരീക്ഷം മുഴുവൻ ബീബിൾസ് രൂപികളായ പിശാചുകളായിരിക്കും. കാരണം പിശാചിന് അവസാനമായിട്ട് കിട്ടുന്ന 3 ദിവസമാണ്. ഈ അന്ധകാര ദിനങ്ങൾക്ക് ശേഷം കത്തോലിക്ക വിശ്വാസം മാത്രമേ കാണുകയുള്ളൂ. എല്ലാ ജനതകളും സഭയിലേക്ക് മടങ്ങി വരികയും ഭൂതലം മുഴുവൻ നവീകരിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യവംശത്തിൻ്റെ 4/1 മാത്രമേ പിന്നീട് ശേഷിക്കുകയുള്ളൂ. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ എലേന ഇലോ, അവർക്ക് ലഭിച്ച മെസ്സേജ് ഇങ്ങനെയാണ്: അഗ്നിജ്വാലകൾ വർഷിക്കുന്ന മേഘങ്ങളും തീക്കാറ്റുകളും ലോകം മുഴുവനും നിറയും. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ശിക്ഷയായിരിക്കും അത്. 72 മണിക്കൂറോളം അത് നീണ്ടു നിൽക്കും. അതായത് 3 days, 3 ദിവസം ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും. സിസ്റ്റർ എലീന ഇലയും ഞാൻ ഈ പറഞ്ഞ മറ്റു വിശുദ്ധരെല്ലാവരും 17, 18, 19 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന വിശുദ്ധരാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, വെഞ്ചിരിച്ച മെഴുകുതിരികൾ സൂക്ഷിച്ചു വെക്കണമെന്ന് പറയുന്നുണ്ട്. ചില വിശുദ്ധർക്ക് ലഭിച്ച മെസ്സേജസിൽ ബ്ലസ്ഡ് ബി വാക്സ് ആയിരിക്കണം. ബി വാക്സ്, അതായത് തേനീച്ചയുടെ ഈ കൂട്ടിലുള്ള ആ മെഴുകു കൊണ്ടുള്ള വാക്സ് ആയിരിക്കണം
ഉപയോഗിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. മറ്റ് മെസ്സേജസിൽ സാധാരണ മെഴുകുതിരിയാണെങ്കിലും അത് വെഞ്ചരിച്ച് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഇനി അഥവാ കത്തിയില്ലെങ്കിലോ. അതുകൊണ്ട് ബി വാക്സ് പറ്റുന്നവർ ബി വാക്സ് വാങ്ങിക്കുക. അതൊക്കെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ പറയുന്ന പോലെ വെഞ്ചരിച്ച സാധാരണ മെഴുകുതിരിയും വെഞ്ചരിക്കുക. അത് ബി വാക്സ് എന്ന് പറയുന്നത് അത് പ്യൂരിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു പാസ്കൽ കാൻഡിൽസൊക്കെ ബി വാക്സിൽ നിന്നാണ് പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അത് ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് 17, 18, 19 നൂറ്റാണ്ടിൽ ലഭിച്ച മെസ്സേജസ് ആണ്. ആ ദിവസങ്ങളിൽ ആരും പുറത്തു പോകരുത്, വീടിനകത്ത് തന്നെ പ്രാർത്ഥിച്ചിരിക്കണം. ഇനി ജിജ്ഞാസ കൊണ്ട് നിങ്ങളൊന്ന് വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ നിമിഷം മരിച്ചു വീഴും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, ഇത് പണ്ട് പറഞ്ഞ കാര്യമല്ലേ. എന്നാൽ ഇതാ ഈ 21-ാം നൂറ്റാണ്ടിൽ മാതാവ് കേരളത്തിൽ ഒരു ബാലനിലൂടെ ഇതേ കാര്യം റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിലായിരിക്കാം സംഭവിക്കുന്നത്. അന്ന് ഞാൻ ഒരു പുതിയ കാത്തലിക് ഡിവോഷൻ, ദൈവകാരുണ്യയുടെ മാതാവ് എന്ന് പറഞ്ഞൊരു ഡിവോഷൻ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ദൃക്സാക്ഷിയായിരുന്നു ഈ അത്ഭുതം നടക്കുന്ന സമയത്ത്. അപ്പം 365ഓളം മെസ്സേജുകൾ ജോർജി ഷോബി എന്ന് പറയുന്ന ബാലന് 2021 നവംബർ മുതൽ 2023 ഒക്ടോബർ 17 വരെ ലഭിച്ചിട്ടുണ്ട്. അതടങ്ങിയ പുസ്തകമാണിത്. ഇതെവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിക്കും. വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. സോ 365 മെസ്സേജസ് ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിൽ 3 ഡേയ്സ് ഓഫ് ഡാർക്ക്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റനേകം മെസ്സേജുകളുണ്ട്, അതൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ പറയാം. 3 ഡേയ്സ് ഓഫ് ഡാർക്ക്നെസ്സിനെ പറ്റിയിട്ട് 2022 മാർച്ച് മാസം 21-ാം തീയതി മുതൽ 24-ാം തീയതി 24-ാം തീയതി വരെ 3 ഡേയ്സ് ഓഫ് ഡാർക്ക്നെസ്സിനെ കുറിച്ച് മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്. ഞാനിത് മുഴുവനും വായിച്ചിട്ടില്ല, ഒരു പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 122-ാമത്തെ മെസ്സേജിൽ, മക്കളെ 3 ദിവസത്തെ അന്ധകാരം വരുന്നു, മെഴുകുതിരികൾ വെഞ്ചരിച്ച് സൂക്ഷിക്കുക. 123-ാമത്തെ മെസ്സേജ്, എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. മക്കളെ 3 ദിവസത്തെ അന്ധകാരം നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഒരു വൈദികനെ കൊണ്ട് മെഴുകുതിരികൾ വെഞ്ചരിച്ച് സൂക്ഷിക്കുക. ആ 3 ദിവസങ്ങളിൽ രാത്രിയേക്കാൾ ഭയാനകമായ കൂരിരുട്ട് ഭൂമി മുഴുവൻ വ്യാപിക്കും. 125-ാമത്തെ മെസ്സേജ്, എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. 3 ദിവസത്തെ അന്ധകാരത്തിൽ വെഞ്ചരിച്ച മെഴുകുതിരികൾ മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. വൈദ്യുതി പ്രവാഹം ഉണ്ടെങ്കിലും അതൊന്നും പ്രകാശിക്കുകയില്ല. വെഞ്ചരിച്ച മെഴുകുതിരികൾ മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും കത്തുകയില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടാവത്തില്ല, നമ്മുടെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഓൺ ചെയ്താലൊന്നും കത്തത്തില്ല കേട്ടോ. ഉത്തരീയവും ജപമാലയും അത്ഭുത കാശിരൂപവും ധരിച്ച് നിങ്ങൾ ആ ദിവസങ്ങളിൽ സജ്ജരായിരിക്കണം. പലവിധ പ്രലോഭനങ്ങളിലൂടെ എൻ്റെ ശത്രു നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കും. 126-ാമത്തെ മെസ്സേജ്, മാർച്ച് 24, 2022, എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആ ദിവസങ്ങളിൽ വീടിന് പുറത്തു പോവുകയോ ആകാംക്ഷയോടെ ജനലുകളും വാതിലുകളും തുറന്നു നോക്കുകയോ ചെയ്യരുത്. ആ ദിവസങ്ങളിൽ പുറത്ത് എന്ത് നടക്കുന്നുവെന്ന് കാണാനുള്ള ആഗ്രഹവും ആകാംക്ഷയും എൻ്റെ ശത്രു നിങ്ങൾ ജനിപ്പിക്കും. അപ്പം നമുക്ക് തോന്നും, ഈ വിൻഡോസൊക്കെ അടച്ചിട്ടിരിക്കുമ്പോൾ പുറത്തെ ബഹളവും ഭൂമി കുലുക്കങ്ങൾ കാണുമ്പോൾ എന്താ പുറത്ത് നടക്കണേ നോക്കാലോ. അങ്ങനെ നോക്കാൻ സാത്താൻ പ്രേരിപ്പിക്കും എന്നാണ് മാതാവ് പറയണത്. എനിക്ക് കാണണം, കണ്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീഴും എന്ന ചിന്ത അവൻ നിങ്ങളിൽ ജനിപ്പിക്കും. എൻ്റെ 3 ആയുധങ്ങൾ ധരിക്കുന്നവർക്ക് പ്രലോഭനങ്ങൾ അധികമായി ഉണ്ടാവുകയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ 3 ആയുധങ്ങൾ. ശക്തമായ ഇടിമിന്നലുകളും ഭൂമി കുലുക്കവും നിങ്ങൾക്ക് അനുഭവപ്പെടും. പിഞ്ചു കുഞ്ഞുങ്ങൾ ഭയന്ന് വിറയ്ക്കും. അവരെ പോലും എൻ്റെ 3 ആയുധങ്ങൾ ധരിപ്പിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇനി ഉണ്ടാവുമായിരിക്കും മെസ്സേജസ്. ഞാൻ ജസ്റ്റ് ഓടിച്ചു വിട്ടപ്പോൾ കണ്ട മെസ്സേജസാണ്. അപ്പോൾ ഇത് പേടിപ്പെടുത്താൻ പറയണതല്ല, നമുക്ക് വിശദീകരിച്ച് നയിക്കാൻ ഇത് പ്രേരകമാകുന്നെങ്കിൽ പ്രേരകമാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മോഡേൺ കാത്തലിക് പ്രൊഫസികൾ, നമ്മൾ മറ്റുള്ള വ്യക്തികൾക്ക് ലഭിച്ച പ്രൈവറ്റ് മെസ്സേജസൊക്കെ വായിക്കുമ്പോൾ ഇത് ഈശോയുടെ 2ാം വരവിന് മുൻപുള്ള 3 ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ 3 ദിവസത്തെ അന്ധകാരം, അന്ന് തിന്മയുടെ ശക്തികൾ അഴിഞ്ഞ് ആറാടുകയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് പോകരുത്, വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയണത്. ഒന്ന് ഉറപ്പായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും. കാരണം ഇനി 3 ദിവസമേ ഉള്ളൂ അന്ന് ജീവനോടുള്ളവർ. പക്ഷേ അന്ന് ജീവനോടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യമാണ്. കാരണം ആ സംഭവം നടക്കുന്നതിന് മുൻപ് വെളിപാട് പുസ്തകത്തിൻ്റെ മറ്റ് പല സംഭവങ്ങളും നടക്കാനുണ്ട്. ലോകയുദ്ധങ്ങളും മഹാമാരികളെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഫിൽട്ടർ ചെയ്ത് അവസാനം ഈശോയുടെ രണ്ടാം വരവ് ജീവനോടെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അപ്പോൾ അതുവരെ എത്തിയിട്ടുള്ള ആളുകൾ ഈ 3 ദിവസം ഉറപ്പായി ഈ 3 ദിവസം മെഴുകുതിരി എത്തിച്ച് കഥയും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. കാരണം 72ാമത്തെ മണിക്കൂറിൽ ഈശോ വരും. അന്നേരം അനുദപിച്ച് ജപമാല ചൊല്ലി കണ്ണീരോടുകൂടി ആയിരിക്കും പലരും ഉണ്ടാവാം. പക്ഷെ അപ്പോഴും കാര്യങ്ങളുടെ സീരിയസ്നെസ് അറിയാത്തവരായിരിക്കും ഒരു പക്ഷേ പുറത്തോട്ട് പോകുന്നതും ജനാലയിലൂടെ എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് നോക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മെസ്സേജസ്. അപ്പോൾ ഈ 2022 അല്ലെങ്കിൽ ഈ 21ാം നൂറ്റാണ്ടിൽ മാതാവ് ഈ മെസ്സേജസ് കൊടുത്തുവെങ്കിൽ ഈ മെസ്സേജസിന് അവതാരിക എഴുതിയിരിക്കുന്നത് മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. സോ ഈ മെസ്സേജസ് മാതാവ് ഇപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് ഉടനെ നടക്കുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്താണെങ്കിലും ഇത് നമ്മളെ വിശുദ്ധയിൽ നയിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കട്ടെ. ഇതിലൊരുപാട് മറ്റുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് മാതാവിൻ്റെ ജനന സമയത്ത് ഈശോയുടെ ജനന സമയത്ത് എന്ത് സംഭവിച്ചു, മാതാവിൻ്റെ ജനന സമയത്ത് മാതാവിൻ്റെ അമ്മയുടെ ജനന സമയത്ത് എന്ത് സംഭവിച്ചു, ഈശോയുടെ കുരിശുമരണത്തിന്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഈ ബാലന് മാതാവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു കാര്യമാണ് ഈ 3 days of darkness എന്ന് പറയുന്നത്.